എനിക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ട് ഞാൻ നാളെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു പെണ്ണായിട്ടുള്ള ഒരു സ്ത്രീ ഡോക്ടറുടെ മുമ്പിൽ നിന്നിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ പറയുന്നതെങ്കിൽ ആ ഡോക്ടർക്കും നാളെ ഇതേ അവസ്ഥ വരില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ശരിയല്ലേ? ഈ ഒരു ചാനൽ മുഖേന ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ഏതെങ്കിലും ഒരു നീതിഭവന്മാരോ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ കേൾക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ആയിട്ട് പറയുകയാണ്. കാരണം 2024 ആഗസ്റ്റ് 9 കൊൽക്കത്തയിലെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ കോളേജിൽ എന്നത്തെയും പോലെ കുറച്ച് സ്റ്റുഡൻസ് ആ ഒരു ബിൽഡിങ്ങിലെ സെമിനാർ റൂമിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് ആ സ്റ്റുഡൻസ് അവിടെ കണ്ട കാഴ്ച അവരെ അത്രയും ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു. എന്താണെന്നാൽ ആ കോളേജിൽ തന്നെയുള്ള 31 വയസ്സുള്ള അവിടെ തന്നെ MBBS പൂർത്തിയാക്കിയ ഒരു PG ലെവൽ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരു 31 വയസ്സുള്ള ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡിയാണ് അവരവിടെ കണ്ടത്. 36 മണിക്കൂറോളം ആ ഒരു പെണ്ണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉറങ്ങാതെ ജോലി ചെയ്തിട്ടുള്ള ഒരു പെണ്ണായിരുന്നത്. ഒരു ഡോക്ടറായിരുന്നു അത്. ആ ഒരു ഡോക്ടറുടെ മൃതശരീരമാണ് രാവിലെ 7 മണിക്ക് ആഗസ്റ്റ് 9 രാവിലെ 7 മണിക്ക് ഇവർക്ക് സെമിനാർ റൂമിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ആ ഡെഡ് ബോഡി കാണുന്നവർക്കറിയാം ആ ഡെഡ് ബോഡിയിൽ പലധികം മുറിവുകളും അതേപോലെ തന്നെ ക്രൂരമായി റേപ്പിനിരയായിട്ടാണ് ആ ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നതെന്ന് ആ ഡെഡ് ബോഡി കാണുമ്പോൾ തന്നെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട സ്റ്റുഡൻസ് പെട്ടെന്ന് അന്താളിച്ചിട്ട് കരഞ്ഞ് നിലവിളിക്കുകയാണ്. ആ ഒരു സമയത്ത് അവിടെ പോലീസ് എത്തുകയാണ്. എന്നിട്ട് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ഡെഡ് ബോഡി കൊണ്ടുപോവുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുള്ളത് എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. പോസ്റ്റ്മോർട്ടത്തിൽ എന്താണ് റിപ്പോർട്ട് വന്നതെന്നാൽ ഈ ഒരു പെണ്ണ് വളരെ ഫോഴ്സിംഗ് ആയിട്ട് തന്നെ റേപ്പിന് ഇരയായിട്ടുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ 36 മണിക്കൂർ പേഷ്യൻസിനായിട്ട് ജോലി ചെയ്ത ഒരു ഡോക്ടർക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള ബാക്കിയുള്ള സ്റ്റുഡൻസും ഡോക്ടേഴ്സും എല്ലാം കൂടിയിട്ട് സ്ട്രൈക്ക് ചെയ്യുകയാണ് കൊൽക്കത്തയിൽ. നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. വളരെ അധികമായിട്ടുള്ള ഒരു സ്ട്രൈക്കായിരുന്നു ഈ കൊൽക്കത്തയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സിൻ്റെ ഭാഗത്ത് നിന്നിട്ട്. അപ്പോൾ ഈ ഡോക്ടേഴ്സ് സ്റ്റുഡൻസ് എല്ലാവരും കൂടിയിട്ട് MBBS ആരൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരൊക്കെ എല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ സ്ട്രൈക്കിൻ്റെ ഒരു ലെവലിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ എന്താണ്, ആരാണ് ഈ ഒരു സ്ത്രീയെ ഇങ്ങനെ കൊടൂരമായിട്ട് റേപ്പ് ചെയ്തതും അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രൈക്ക് നടത്തുന്നത്. ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ സ്ട്രൈക്ക് നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ അതോറിറ്റി, അതായത് ഇതിൻ്റെ ഉത്തരവാദിത്തം മൊത്തം ഉള്ളത് ആ ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പാളിനാണ്. അപ്പോൾ അയാൾ എന്താണ് പറഞ്ഞതെന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്കും കുറച്ച് വിഷമം തോന്നുന്നത്. കാരണം ആ പെണ്ണ് എന്തിനാണ് ഇപ്പം സെമിനാർ റൂമിലോട്ട് പോയത്? വേറെ സ്ഥലങ്ങളൊന്നുമില്ലേ പോകാനായിട്ട്? എന്തിനാണ് ഈ സമയത്ത് ആ സെമിനാർ ഹാളിലേക്ക് പോയത്? ആ സെമിനാർ ഹാളിൻ്റെ ഉള്ളിലേക്ക് പോകരുതെന്ന് ആ പെൺകുട്ടിക്ക് അറിയില്ലേ? അതോ അറിഞ്ഞുകൊണ്ട് പോയതാണോ എന്നിങ്ങനെ ഇൻസെൻസിറ്റിവിറ്റി ആയിട്ട് ആ പ്രിൻസിപ്പാൾ മറുപടി പറയുകയാണ്. അപ്പോൾ ഈ പ്രിൻസിപ്പാളിൻ്റെ ഈ ഒരു സംസാരം കേട്ടിട്ട് അവിടെയുള്ള സ്റ്റുഡൻസ് ഒക്കെ രൂക്ഷഗോലനായിട്ട് ഭയങ്കര അധികം ഇമോഷണലായിട്ട് അവിടെ ഭയങ്കരമായിട്ട് ഗംഭീര സ്ട്രൈക്ക് നിങ്ങൾക്ക് ന്യൂസിലൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അത്രയധികം സ്ട്രൈക്കുകൾ അവിടെ അത്രയധികം ഒരു വലിയ ഇതിൽ സ്ട്രൈക്ക് അവർ ചെയ്യുകയാണ്. ആ സമയത്ത് അവിടെ പോലീസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻവോൾവ് ആവുകയാണ്. അപ്പോൾ ആള് വന്നിട്ട് പോലീസുകാരുടെ വാലണ്ടിയറാണ്. അതുപോലെ തന്നെ ഈ ഒരു ഹോസ്പിറ്റലിൽ ആള് ബ്രോക്കറായിട്ട് ജോലി ചെയ്യുകയാണ്. എന്തിനാണ് ബ്രോക്കറിൻ്റെ ജോലി എന്ന് നിങ്ങൾ ചോദിക്കും. അപ്പോൾ ബ്രോക്കറിൻ്റെ ജോലി എന്ന് പറയുമ്പോൾ അപ്പോൾ ഹോസ്പിറ്റലിൽ എന്താണ് ബ്രോക്കറിൻ്റെ ആവശ്യം എന്ന് നിങ്ങൾ ചോദിക്കും. അപ്പോൾ ഇതൊരു പോലീസുകാരുടെ ഒരു വാലണ്ടിയറാണ്. അപ്പോൾ പോലീസുകാരുടെ അസോസിയേഷൻ്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്തുനിന്ന് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 ദിവസം മുമ്പാണ് കൊൽക്കത്തയിലെ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് ഈ ഒരു പേഴ്സൺ വന്നിരിക്കുന്നത്. നമ്മളുടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിസ്സാരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് തക്കതായിട്ടുള്ള ഡോക്ടേഴ്സിനെ തിരിച്ചു കൊടുക്കുക, അതേപോലെ തന്നെ അവർക്ക് അവർക്ക് എന്ത് പ്രശ്നമാണെന്ന് നോക്കിയിട്ട് അവർക്ക് ബെഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരാളാവശ്യമുണ്ട്. ആ ഒരാളാണ് ഈ ഒരു പേഴ്സൺ, അതായത് ഈ ഒരു ബ്രോക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേഴ്സൺ. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക്, ഈ ഒരു ബ്രോക്കർ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിക്ക് അവിടെ ആ ഒരു ഹോസ്പിറ്റലിൽ തങ്ങാനായിട്ട് ഒരു സ്പെഷ്യൽ റൂം തന്നെ ഉണ്ടെന്നാണ് ഇതിൽ കുറച്ച് ആശയക്കുഴപ്പമുള്ളത്. ഈ ഒരു വ്യക്തിക്ക് അവിടെ തങ്ങാനായിട്ട് ഒരു സ്പെഷ്യൽ റൂം തന്നെയുണ്ട്. അപ്പോൾ ഇയാൾ 3 ദിവസം മുമ്പാണ് പോലീസ് അസോസിയേഷൻ്റെ ഒരു ക്യാമ്പ് കഴിഞ്ഞിട്ട് നേരെ
ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞിട്ട് മൂപ്പരുടെ ജോലി, അതായത് പേഷ്യൻസ് വരും. അപ്പോൾ അവരെ നിന്ന് കുറച്ച് കമ്മീഷനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവരെ ഡോക്ടേഴ്സിനെ ബെഡ് റൂം ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇയാളുടെ ഒരു രീതി. അങ്ങനെ സമയം ഒരു 2 മണി ആയിട്ടുണ്ടാവും, പുലർച്ചെ 2 മണി ആയിട്ടുണ്ടാകും. ആ ഒരു സമയത്ത് ഒരു പേഷ്യന്റ് വരികയാണ്. അപ്പോൾ ആ പേഷ്യന്റ് തക്കതായതൊരു റൂമിലേക്ക് കമ്മീഷൻ വാങ്ങിച്ചിട്ട് പറഞ്ഞയക്കുകയാണ്. അത് മാത്രമല്ലാതെ ആ പേഷ്യന്റെ കൂടെ വന്ന 2-3 പേര്, അതായത് ആ ഒരു കുടുംബക്കാരുടെ കൂടെ, കുടുംബക്കാരെന്ന് പറഞ്ഞാൽ അതിൽ മദ്യപിക്കുന്ന കുടുംബക്കാരുടെ കൂടെ ഇയാൾ ഹോസ്പിറ്റലിന്റെ പിന്നിൽ വെച്ച് മദ്യപിക്കുകയാണ്. മദ്യപിക്കുക മാത്രമല്ല, നല്ല രീതിയിൽ മദ്യപിച്ചിട്ട് അവിടെ നിന്ന് നേരെ സെമിനാർ റൂമിലോട്ട്, അതായത് ഈ ഒരു ഹോസ്പിറ്റലിന്റെ സെമിനാർ റൂമിലോട്ട്, ഈ ഒരു ഹോസ്പിറ്റലിന്റെ 3ാമത്തെ ബിൽഡിങ്ങിലുള്ള സെമിനാർ റൂമിലോട്ട് ഈ ഒരു വ്യക്തി പോവുകയാണ്. ഒന്ന് ആലോചിക്കുക, ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ പിന്നിൽ വെച്ചാണ് ഈ ഒരു സംഭവം നടക്കുന്നത്, അതും മദ്യപിച്ച് ലെഗ് കിട്ടിട്ട്. അപ്പോൾ ഈ മദ്യപിച്ചിട്ട് നേരെ സെമിനാർ ഹാളിലേക്ക് പോവുകയാണ്. അപ്പോൾ 36 മണിക്കൂറോളം, 12 അല്ല, 24 അല്ല, 36 മണിക്കൂറോളം എന്തിനാണ് സെമിനാർ ഹാളിലോട്ട് ഈ ഒരു ഡോക്ടർ, അതായത് ഈ ഒരു ഡോക്ടർ എന്ന് പറയാം, ഡോക്ടർ പോയതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഡോക്ടർക്ക് വിശ്രമിക്കാനായിട്ട് സ്ഥലമില്ല, കിടന്നുറങ്ങാനായിട്ട് വേറെ സ്ഥലമില്ല. അപ്പോൾ ഈ ഒരു ബ്രോക്കർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ ഒരു സ്ഥലമുണ്ട്, ഒരു റൂമുണ്ട്, ഒരു വിശാലമായിട്ടുള്ള ഒരു റൂമുണ്ട്. പക്ഷേ ഡോക്ടേഴ്സിന് അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ആ ഒരു ഹോസ്പിറ്റലിൽ ഇല്ല, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇല്ല. ഒന്ന് റെസ്റ്റ് എടുക്കാനായാലും ഒന്ന് കിടന്നുറങ്ങാനായിട്ടുള്ള ഒരു സെറ്റപ്പ് അവിടെ ഹോസ്പിറ്റലിൽ ഇല്ല. അപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് 36 മണിക്കൂർ ജോലി ചെയ്തതിൻ്റെ ടയേർഡ് എഫക്റ്റ് എല്ലാം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഒന്ന് ഉറങ്ങിക്കളയാമെന്നുള്ള രീതിയിലേക്ക് ആ ഡോക്ടർ സെമിനാർ റൂമിലോട്ട് വരികയാണ്. ഹോസ്പിറ്റൽ പ്രിൻസിപ്പാൾ പറഞ്ഞല്ലോ, ഒരു കുറച്ചെങ്കിലും ഇമോഷൻ പോലും ഇല്ലാതെ പറഞ്ഞല്ലോ, എന്തിനാണ് അപ്പോൾ അവള് ആ ഒരു സെമിനാർ റൂമിലോട്ട് പോയതെന്ന് ഒരു ഉളുപ്പില്ലാതെ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ, അതിനുള്ള മറുപടിയാണിത്. ബ്രോക്കർക്ക് വിശാലമായിട്ട് കിടന്നുറങ്ങാനുള്ള ഒരു വലിയ സ്പെഷ്യാലിറ്റി ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ബ്രോക്കർമാർക്ക് കിടന്നുറങ്ങാനുള്ള സ്ഥലമുണ്ടെങ്കിൽ ഡോക്ടർമാർക്ക് സ്ഥലമില്ല, റിലാക്സ് ചെയ്യാനായിട്ട് സ്ഥലമില്ല. അതുകൊണ്ടാണ് സെമിനാർ റൂമിലോട്ട് ഈ ഒരു ഡോക്ടർ പോയത്. അപ്പോൾ ഇവനും ആ ഒരു സെമിനാർ റൂമിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. സെമിനാർ റൂമിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് ഡോക്ടറെ കണ്ടതും ഇവൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഡോക്ടറെ കൊലപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് തിരികെ അവൻ്റെ റൂമിലോട്ട്, അതായത് ഈ ബ്രോക്കറുടെ റൂമിലോട്ട് പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് ഇവൻ്റെ ഒരു ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റ് അവന് ആ ഒരു സെമിനാർ റൂമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, സെമിനാർ റൂമിൽ മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പോലീസൊക്കെ വന്ന് ഇതൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലൂടൂത്തിൻ്റെ സ്പീക്കർ കിട്ടി. CCTV ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവൻ പല സമയത്ത് ഇങ്ങനെ നടന്നു പോകുന്നതൊക്കെ ഇവർ കാണുന്നുണ്ട്, പോലീസ് CCTVയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ അടുത്ത് പോയിട്ട് നേരെ ചെക്ക് ചെയ്യുമ്പോഴാണ് ഇവരെല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത്. ഇവൻ്റെ ഫോണുമായിട്ട് ആ ഒരു ബ്ലൂടൂത്ത് സിങ്കാണ്. അപ്പോൾ CCTVയിൽ ഇവരുണ്ടല്ലോ, അപ്പോൾ ഇവനെല്ലാ കാര്യങ്ങളും തുറന്ന് പറയുകയാണ്. അതിനുശേഷം എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുകയാണ്. അങ്ങനെ ഈ ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു കേസ് CBIക്ക് കൈമാറുകയാണ്. ഓക്കെ, എല്ലാ കാര്യത്തിലും തീരുമാനമായില്ലേ. കൊലയാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു, പോലീസ് നേരെ CBIക്ക് കൈമാറിയെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. പക്ഷെ ഇന്ത്യയിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ ഫുള്ളായിട്ട് റാൻഡമായിട്ടാണ് നടക്കുന്നത്. കാരണം നമ്മൾ ഇപ്പം എനിക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ട് ഞാൻ നാളെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു പെണ്ണായിട്ടുള്ള ഒരു സ്ത്രീ ഡോക്ടറുടെ മുമ്പിൽ നിന്നിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ പറയുന്നതെങ്കിൽ ആ ഡോക്ടർക്കും നാളെ ഇതേ അവസ്ഥ വരില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ശരിയല്ലേ? ഇതുകൊണ്ട് തന്നെയാണ് ഡോക്ടേഴ്സ് ആ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിൽ അവർ പറയുന്നത് എന്താണെന്നാൽ അവർക്ക് കൊണ്ടുവരേണ്ട ഒരു ആക്ട്, അതായത് ഒരു പുതിയൊരു നിയമം, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആ നിയമത്തിന്റെ പേരാണ് സെൻട്രൽ ഹെൽത്ത് കെയർ പ്രൊട്ടക്ഷൻ ആക്ട്. ഈ ഒരു ആക്ട് കൊണ്ടുവരണമെന്നാണ് അവിടുത്തെ ഡോക്ടേഴ്സ് എല്ലാം പറയുന്നത്, അതായത് സ്ട്രൈക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് എല്ലാം പറയുന്നത്. ഈ ഒരു ആക്ട്, അതായത് ഈ ഒരു നിയമം കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഹെൽത്ത് കെയറിൽ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സ്, അതേപോലെ തന്നെ നഴ്സസ്, മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യുന്നത്, എക്സ്ട്രാ എടുക്കുന്നവർ, ഇവർക്കൊക്കെ ജനങ്ങളായിട്ടുള്ള അത്ര സമ്പർക്കത്തിലാണ് അവർ ഓരോ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു പേഷ്യന്റ് വന്നിട്ട് ഇവിടെ ആയിരിക്കും ഡോക്ടറുടെ അടുത്തിരിക്കുന്നത്, ഡോക്ടർ ഇത്രയും അകലത്തിലാണ് നിന്നിട്ടാണ് ഡോക്ടർ ആ പേഷ്യന്റിനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പേഷ്യൻ്റെ സ്വന്തക്കാരും ബന്ധക്കാരും വീട്ടുകാരുടെ അടുത്ത് പല കാര്യങ്ങളും തുറന്നു പറയേണ്ട ഒരു സമ്പർക്കം ഡോക്ടേഴ്സിന് വരാറുണ്ട്. അപ്പോൾ പോലീസിനില്ല, വക്കീലിനില്ല,
ഏതൊരു പ്രസ്ഥാനത്തിനും ഇല്ലാത്ത ഒരു സമ്പർക്കത്തിലൂടെയാണ് ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെയാണ് ഡോക്ടേഴ്സ് അവരുടെ ജീവൻ നിലനിർത്തേണ്ടതും. പിന്നെ ഈ രേണുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ 36 മണിക്കൂറോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് 36 മണിക്കൂറോളം ജോലി ചെയ്തിട്ട് അവസാനം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ ഒരു രേണു മരിച്ചിട്ടുള്ളത്. അപ്പോൾ അതേപോലെ ഉറക്കവും ഇല്ലാണ്ട് നമ്മൾക്ക് ഇന്നൊരുത്തൻ്റെ ജീവന് വേണ്ടിയിട്ട് ജീവന് വേണ്ടിയിട്ട് പണിയെടുക്കേണ്ടി വരും. ഡോക്ടേഴ്സിൻ്റെ ലൈഫ് അങ്ങനെയാണ്. അങ്ങനെ അത്രയധികം റിസ്ക് എടുത്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ട് ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവരണം എന്നാണ് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഇവർ അപേക്ഷിക്കുന്നത്, അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ പറയുന്നത്. ഈ നിയമത്തിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇതേപോലത്തെ ഉള്ള ഫിസിക്കലി എന്തെങ്കിലും ഹറാസ്മെൻറ്റ് വരികയാണെങ്കിൽ തന്നെ അതിൽ നിന്നുള്ള തക്കതായിട്ടുള്ള ശിക്ഷയും കാര്യങ്ങളും ചെയ്യുന്നവർക്ക് കൊടുക്കണമെന്നൊക്കെയാണ് ഈ ഒരു ആക്റ്റിൽ ഇവർ പറയുന്നിരിക്കുന്നത്. കാരണം നമ്മളടുത്ത് ചോദിക്കുമ്പോൾ ഡോക്ടർ നല്ല സമ്പാദിക്കുന്നുണ്ട്, നല്ല പൈസ ആകുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലേ. പക്ഷേ അതിനുള്ള പണി എടുക്കുന്നുണ്ട്. അതിനുള്ള പണിയെടുത്തിട്ടാണ് ഞാൻ ഇപ്പോൾ രേണുവിൻ്റെ കാര്യം പറഞ്ഞ പോലെ 36 മണിക്കൂറോളൊക്കെയാണ് 36 മണിക്കൂർ ഒരു ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ അതിനുള്ള പണി അവരെടുക്കുന്നുണ്ട്. അപ്പോൾ പണിയെടുത്തിട്ടാണ് അതിനുള്ള ശമ്പളം വാങ്ങുന്നത്. അതിന് അവരുടെ അടുത്ത് നമ്മൾ ദേഷ്യപ്പെട്ടിട്ടോ ഇല്ലേ നമ്മൾക്ക് പുച്ഛം തോന്നിയിട്ടൊന്നും കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എടുത്താലും പ്രൈവറ്റ് ഹോസ്പിറ്റൽ എടുത്താലും നമ്മൾ ഇപ്പോൾ പോകുന്ന സമയത്ത് നമുക്ക് പല അഡ്വൈസും തരും. ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് പല അഡ്വൈസറും നമുക്ക് കിട്ടുന്നുണ്ട്. അതിനുള്ള പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്ന് തന്നെ പറയാം. കാരണം ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ഡോക്ടേഴ്സിന് നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല. അങ്ങനത്തെ ഒരു ആക്ട് ഇല്ല. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലായാലും പ്രൈവറ്റ് ഹോസ്പിറ്റലായാലും എടുത്തു കഴിഞ്ഞാൽ പല ലക്ഷത്തിലധികം ഡോക്ടേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളെല്ലാ മനുഷ്യന്മാരും ടാക്സ് അടയ്ക്കുന്നവരാണ്. ആ ടാക്സ് അടയ്ക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ടാക്സ് അടയ്ക്കുന്ന ഉദ്യോഗസ്ഥർ, അതായത് തൊഴിലെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടാക്സ് അടയ്ക്കുന്നത് ഈ ഡോക്ടേഴ്സിൻ്റെ ഈ തൊഴിൽ ഭാഗത്ത് നിന്നാണ്. അതിൽ നിന്നും മുക്കാഭാഗത്തോളം അതായത് ജനങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് അങ്ങനത്തെ കാര്യങ്ങൾക്ക്, അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അതിലൊരു ഒറ്റ പെർസെൻറ്റേജ് 1% മാത്രം ഡോക്ടേഴ്സിൻ്റെ അവരുടെ ആ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് 1% അതിൽ നിന്ന് പണം മാറ്റി വെക്കുകയാണെങ്കിൽ അതാണ് ഇവർ ചോദിക്കുന്നത്. അതാണ് ഈ ഒരു സ്റ്റുഡൻസ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഞങ്ങളെ കാണുന്നില്ല? എന്തുകൊണ്ട് 24 മണിക്കൂറില്ല 36 മണിക്കൂറോളം ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ കണ്ണിൽ കാണാത്തത് എന്നിട്ട് ഗവൺമെന്റിനോട് ചോദിക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങളൊന്നും കണ്ണിൽ കാണുന്നില്ല? ഞങ്ങൾ 36 മണിക്കൂറോളം ജോലി ചെയ്തിട്ട് ഓരോ പേഷ്യന്റിന്റെ ജീവന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ജീവൻ വരെ കളയണ പോലത്തെ ഉദ്യോഗസ്ഥരെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ അനീതി നടക്കുന്നത് എന്നൊക്കെയാണ് ഈ ഒരു ഗവൺമെന്റ് സ്ട്രൈക്ക് ചെയ്ത ഈ ഒരു സ്റ്റുഡൻസ് ചോദിക്കുന്നത്. അപ്പൊ അതിൽ ന്യായമുണ്ടോ എന്ന് ചോദിച്ചാൽ ന്യായമുണ്ട്. മനസ്സിലാവുണ്ടോ? നാളെ എനിക്ക് ഒരു പനി വന്നിട്ട് ഞാൻ നാളെ എൻ്റെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകണം. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ ഒരു സ്ത്രീയാണ് ഡോക്ടറായിട്ട്. അപ്പോൾ ആ ഡോക്ടർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരില്ല എന്ന് കണ്ട. അപ്പോൾ ഈ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത്ര കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയായാലും അവർക്ക് നല്ലൊരു സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ എങ്ങനെയായാലും 2-3 വാച്ച്മാന്മാർ അവിടെ തമ്പടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് സെക്യൂരിറ്റി കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല രീതിക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുള്ള കാരണം അവർക്ക് സെക്യൂരിറ്റി എങ്ങനെയായാലും ഉണ്ടാവും. പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സിനാണ് സെക്യൂരിറ്റി ഇല്ലാത്തത്. ഇപ്പോൾ ഈ ഒരു ചാനൽ മുഖേന ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ഏതെങ്കിലും ഒരു നീതിഭവന്മാരോ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ കേൾക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ആയിട്ട് പറയുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇവർ പറയുന്നതിൽ തന്നെയാണ് ഞാനും നിൽക്കുന്നത്. അതായത് ഈ സ്റ്റുഡൻസ് ചോദിക്കുന്നതിലാണ് ഞാനും നിൽക്കുന്നത്. ഓരോ ഗവൺമെൻറ് ഹോസ്പിറ്റലിന് മുന്നിലും ഒരു സെക്യൂരിറ്റി, അതല്ലെങ്കിൽ ഒരു പോലീസ് സെക്യൂരിറ്റി ഉണ്ടെന്നുള്ളത് ഏതും ഒരു ഡോക്ടേഴ്സിൻ്റെ ആയാലും ഏതൊരു ആളുടെ ആയാലും ഒരു ധൈര്യമായിരിക്കും. മുന്നിലൊരു ഡോക്ടർ ഉണ്ടല്ലോ, മുന്നിലൊരു പോലീസ് ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത ഏതൊരു ആൾക്കും ധൈര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ റിക്വസ്റ്റാണ്, നമ്മളുടെ ഒരു റിക്വസ്റ്റാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അക്കോമഡേഷൻ, നല്ലൊരു ഫുഡ്, നല്ല റൂം, കിടന്നുറങ്ങാനായിട്ട് നല്ല റൂം, കഴിക്കാനായിട്ട് നല്ല ഭക്ഷണം. ഡോക്ടർമാരല്ലേ, നമ്മളുടെയൊക്കെ ലൈഫ് എന്താ പറയുക, നമ്മളെ വിധി എഴുതുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അവർക്ക് വിശ്രമിക്കാനും അവർക്ക് കഴിക്കാനായിട്ട് നല്ല ഭക്ഷണങ്ങളും നല്ല ഇതും കൊടുക്കുക.
നമ്മൾ ചോദിക്കുമ്പോൾ എന്താ പറയുക, ഡോക്ടർ നല്ല സമ്പാദിക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന്. എവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകും നമ്മൾ. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ ബില്ലുകളൊക്കെ എഴുതി കൊടുത്തിട്ട് ഇവർ പണിയെടുത്തിട്ട് വേറെ ആരോ പണം സമ്പാദിച്ചിട്ട് പോവുകയാണ് അച്ഛന്മാരെ. മനസ്സിലാവട്ടെ നിങ്ങൾക്ക്? ഇതൊക്കെ ഈ ഹോസ്പിറ്റലിലെ ഓണേഴ്സ് കൊണ്ടുപോവുകയാണ്. ഇവർക്ക് ഇത്ര നല്ല രീതിക്കുള്ള ഒരു അക്കോമഡേഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ. അത് തന്നെയാണ് നിങ്ങളിപ്പോൾ അവിടുത്തെ സ്ട്രൈക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. പ്രൈവറ്റ് ആയാലും ഗവൺമെൻറ് ഹോസ്പിറ്റലായാലും എല്ലാ ഡോക്ടേഴ്സുമാണ് അവിടെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് അവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ ഒരു ചാനൽ മുഖേന ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളടുത്ത് വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്കും ഒരു താക്കീതാണെന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വേണം. എപ്പോഴും പുറത്ത് പോകുമ്പോൾ കുറച്ച് സേഫ്റ്റി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ അക്ബർ വാടാനപ്പള്ളി. അപ്പോൾ സ്റ്റേ സേഫ്.